നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഐക്യുവിന്റെ Z9 ടർബോ പ്ലസ് മോഡലാണ് ചൈനയിൽ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച ലോഞ്ച് ചെയ്തത്. Q1 ഗെയിമിംഗ് ചിപ്സെറ്റിനൊപ്പം MediaTek Dimensity 9300+ SoCയിലും 16GB വരെ റാമും 80W ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 6400 mAh ബാറ്ററിയിലുമാണ് സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 6.78 ഇഞ്ച് 1.5K ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റ്, 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ സെൻസർ എന്നിവയാണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. കൂടാതെ iQOO Z9 ടർബോ പ്ലസ് ഇൻഫ്രാറെഡും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വഹിക്കുന്നുണ്ട്. രാജ്യത്ത് നിലവിലുള്ള iQOO Z9 ടർബോ, iQOO Z9, iQOO Z9X എന്നീ സീരീസിലേക്കാകും പുതിയ ഫോൺ കൂടിച്ചേരുക. iQOO Z9 ടർബോ പ്ലസിന്റെ വിലയും ലഭ്യതയും എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. Z9 ടർബോ പ്ലസ് 12GB റാമും 256GB സ്റ്റോറേജുമുള്ള അടിസ്ഥാന മോഡലിന് ചൈനയിൽ 2299 യുവാൻ, അതായത് ഏകദേശം 27,300 രൂപയാണ് വരുന്നത്. അതുമുതലാണ് ആരംഭിക്കുന്നത്. 12GB പ്ലസ് 512GB, 16GB പ്ലസ് 512GB വേരിയന്റുകളുടെ വില യഥാക്രമം 2,599 യുവാൻ, അതുപോലെ തന്നെ 2,499 യുവാൻ എന്നിങ്ങനെയാണ്. ഇത് യഥാക്രമം ഏകദേശം 30,900 രൂപയും 29,700 രൂപയുമാണ് വരുന്നത്. മിഡ് നൈറ്റ് ബ്ലാക്ക്, മൂൺലൈറ്റ് ഷാഡോ, ടൈറ്റാനിയം, സ്റ്റാർലൈറ്റ് വൈറ്റ് എന്നീ 3 കളർ ഓപ്ഷനുകളിലാണ് ഇത് വരുന്നത്. ഇനി iQOO Z9 ടർബോ പ്ലസിന്റെ സ്പെസിഫിക്കേഷനുകളും ഫീച്ചറുകളും ധാരാളമുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഡ്യുവൽ സിം സ്ലോട്ടുള്ള iQOO Z9 ടർബോ പ്ലസിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ച് 1.5K AMO LED സ്ക്രീനും 144 Hz റിഫ്രഷ് റേറ്റും ആണ് ഉള്ളത്. ഗെയിമിങ്ങിനായി സമർപ്പിത Q1 ചിപ്സെറ്റും ARM Immortalis G720 GPUവുമായി ജോഡിയാക്കിയ MediaTek Dimensity 9300+ SoCയുമാണ് ഈ ഒരു ഫോണിൽ നൽകുന്നത്. ഇത് 16GB വരെ LPDDR5X റാമും 512GB വരെ UFS 4.0 ഓൺബോർഡ് സ്റ്റോറേജും സപ്പോർട്ട് ചെയ്യുന്നതാണ്. Android 14 അടിസ്ഥാനമാക്കിയുള്ള ഒറിജിൻ OS 4ൽ ആണ് ഹാൻഡ്സെറ്റ് പ്രവർത്തിക്കുന്നത്. ഫോട്ടോകൾക്കും വീഡിയോകൾക്കും iQOO Z9 ടർബോ പ്ലസിന് 50 മെഗാപിക്സൽ സോണി LYT600 പ്രൈമറി സെൻസറും 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഷൂട്ടറും ഉൾപ്പെടെ ഡ്യുവൽ റിയർ ക്യാമറ യൂണിറ്റാണ് ഉള്ളത്. കൂടാതെ സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഫോണിൽ ഉള്ളത്. 80W ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയ്ക്കൊപ്പം 6400 mAh ബാറ്ററിയും ഹാൻഡ്സെറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കണക്ടിവിറ്റി ഓപ്ഷനുകളിൽ 5G, 4G, Wi-Fi 7, Bluetooth 5.4, OTG, NFC, GPS, Beidou, GLONASS, Galileo, QSS, NaviC, USB Type-C പോർട്ട് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. സുരക്ഷയ്ക്കായി ബയോമെട്രിക് ഒതന്റിക്കേഷനായി ഹാൻഡ്സെറ്റിന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഉണ്ട്. ഈ ഒരു ഫോണിന്റെ ഭാരമായിട്ട് പറയുന്നത് 196 ഗ്രാമാണ്. എന്നാലും ഈ ഒരു ഫോൺ അധികം താമസിയാതെ തന്നെ ഇന്ത്യയിലും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. സാധാരണ iQOO ഫോണുകളോട് പ്രത്യേക ഇഷ്ടമാണ് ഇന്ത്യക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ സാധാരണക്കാരന്റെ പ്രീമിയം ഫോൺ എന്ന് അവകാശപ്പെടുന്ന iQOO ഫോണുകളുടെ കൂട്ടത്തിൽ ഇതും ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.